എന്തുണ്ട് സാറേ? കോംബോ നല്ല രസമുണ്ട് രണ്ടുപേരെ. കഴിഞ്ഞ പ്രാവശ്യം പൊൻവീണയും പാടിയതല്ലേ ഞാനും എസ്തറും? ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം. റിയാൻകുട്ടൻ എന്താ CEO ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. മോഹൻലാൽ സാറ് സിനിമയില് ഫുള്ളി വേഷം ഇട്ട. അതുകൊണ്ടാ. എന്തായാലും നല്ല കോമ്പിനേഷൻ, രണ്ട് ഡ്രസ്സും നല്ല രസമുണ്ട് കേട്ടോ. രണ്ടുപേരെയും ഇങ്ങനെയോ എവിടുന്നോ എടുത്തിങ്ങ് വെച്ച പോലെ ഇല്ലേ? രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കാൻ പോകണല്ലേ? യാത്ര പാട്ട് അല്ലികളിൽ അഴകലയോ, അത് രാധാകൃഷ്ണൻ ചേട്ടന്റെ പാട്ടല്ലേ? രാധാകൃഷ്ണൻ ചേട്ടൻ, രാധാകൃഷ്ണൻ സാറിന്റെ ഓർമ്മ അല്ലേ? ഓർമ്മയാണല്ലേ? ഞാൻ രാധാകൃഷ്ണൻ സാറിന്റെ രണ്ടാമത്തെ പാട്ട് പാടുന്നേ. ഞാൻ ആദ്യം ഓമൃതുലെ പാടിയായിരുന്നു. ഓമൃതുലെ എന്തൊരു നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ താങ്ക് യു സാർ. എസ്തറുടി കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ട് ഏതാ? എനിക്ക് അങ്ങനെ പാട്ടൊന്നും മറന്നു. എത്ര പെട്ടെന്ന് കഴിഞ്ഞ പെർഫോമൻസ് മറന്നുപോയല്ലേ? കഴിഞ്ഞ പെർഫോമൻസ് ഏതായിരുന്നു? എനിക്കറിയാം. വെളുക്കമ്മ അത്രയും വെളുത്താണോ? വെളുക്കമ്മ. എന്തായാലും അത് നന്നായിരുന്നു കേട്ടാ. വഴിവക്കില് അല്ലേ? അപ്പൊ ഈ വഴിവക്കില് ഈ പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാബുക്ക അന്ന് ബിരിയാണിനെ പറ്റിയൊക്കെ പാടിയല്ലോ. അന്ന് ആക്ച്വലി ബിരിയാണി ഡേ ആയിരുന്നു. ചുമ്മാ പറയരുത്. അല്ല, അത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് that was known as ബിരിയാണി ഡേ at Sims. അന്നാണ് മോള് പാടിയത്. അത് ശരി, അത് ശരി, അത് ശരി. കോഇൻസിഡൻസ് തന്നെ. അത് സാധാരണ ബിരിയാണി അല്ല, കണ്ണൻ ചിരട്ടയിലാണ് ബിരിയാണി വെച്ചത്. നേരാ, അത് കൊള്ളായിരുന്നു. അതെ. ഇപ്പൊ എന്തായാലും നമ്മൾ അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഒരു പാട്ടാ കേൾക്കാൻ പോകുന്നേ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയണം. നമ്മുടെ റിയാൻകുട്ടന് ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 2 ദിവസം എടുക്കുന്നു പറഞ്ഞവര്. 2 ദിവസം സ്പെഷ്യൽ സ്ഥലത്ത് നിന്നാ അവരാദ്യം പൊറോട്ട അതിങ്ങനെ അതിൽ എണ്ണയില് നെയ്യൊക്കെ ചേർത്ത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വെച്ചിരിക്കും. എന്നിട്ട് അത് അടുത്ത ദിവസം എടുക്കുള്ളൂ. അന്ന് പൊറോട്ട എടുക്കൂല. അതവിടെ അടച്ചു വെക്കും. അത് അടച്ചു വെക്കും. പ്രിപ്പറേഷൻ ആണ്. അടുത്ത ദിവസം കൂട്ടത്തിൽ നമുക്കും വേണേ. എല്ലാവർക്കും ഉണ്ട്. പിന്നെ അത് വീശ് പൊറോട്ടയാണ്. വീശ് പൊറോട്ട. എന്നാ പിന്നെ എസ്തറിന് വരണം പറ്റി. അതെ, എസ്തറിന് അനിയത്തിക്കുട്ടിക്ക് കൊടുത്താൽ മതി എന്നല്ലേ പറഞ്ഞേ? എന്ത്? പൊറോട്ട കാറെന്നാണ്. ഞാനത് മറന്നുപോയി. അപ്പൊ കാറ് റെഡി ആവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗറാഷിലാണെന്ന് തോന്നുന്നു. അപ്പൊ പൊറോട്ട പിന്നെ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആ കേട്ടോ. എനിക്ക് കൊതി വരുന്നു. ഇതൊക്കെ പറഞ്ഞ് വെറുതെ ഹൈപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കരുത്. അല്ല, മാത്രമല്ല ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയില് എസ്തറൂട്ടിക്ക് അതാ വായിലെ വെള്ളം വരുന്നുണ്ട്. വെറുതെ നമ്മളെ എല്ലാരും ഇങ്ങനെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ 2 ദിവസം പോരുന്നതാണ്. അങ്കിൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഞങ്ങൾക്ക് വേണേ, മറക്കരുത്. മറക്കില്ല. ഉണ്ണിച്ചേട്ടനെ ഒരിക്കലും മറക്കില്ല. അനിയത്തിക്ക് ടോയ് കാർ വാങ്ങിച്ചു കൊടുക്കും. സംശയമില്ല. കുറച്ച് വലിയ കാറ് തന്നെ വാങ്ങിച്ചു കൊടുത്തേക്കാം. എസ്തർകുട്ടി, നമുക്ക് ഡ്യുവറ്റ് പാടാം. നമ്മുടെ എസ്തറൂട്ടിയും റിയാൻകുട്ടനും പാട്ട് പാടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് എസ്തർകുട്ടിക്കും റിയാൻകുട്ടനും വോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.
തിരുതോം ധോം തിരി ധോം ധോം തിരുതോം 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 ധോം ധോം തിരുതോം തിരുതോം ധോം തിരി ധോം ധോം തിരുതോം 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 ധോം ധോം തിരുതോം തിരുതോം ധോം തിരി താങ്ക് യു ചേച്ചി. ഈ മാർക്ക് അറിയാം രണ്ടുപേരുടെയും? മാർക്ക് അറിയാം. ഇപ്രാവശ്യം രണ്ടുപേർക്ക് 2 മാർക്കാണ് കേട്ടോ. ആണോ? ഓക്കെ. ആ അതെ അതെ അതെ. റിയാൻകുട്ടന് it is going to be 97.5 out of 100 today. താങ്ക് യു സാർ. എസ്തറുടിക്ക് it is going to be 98 on 100 today. താങ്ക് യു സാർ. അപ്പൊ രണ്ടുപേരും നല്ല മാർക്ക് സ്കോർ ചെയ്തു. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇതിലും സൂപ്പർ മാർക്ക് മേടിക്കണം രണ്ടാള് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. ബൈ ബൈ ബൈ. ബൈ ചേച്ചി. ഗുഡ് നൈറ്റ്.